പ്രണയാഗ്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അമ്പു, എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. തേങ്ങലിനിടയിൽ കൂടി പറഞ്ഞു ദക്ഷ. മറുപടി പറയാതെ അവളുടെ നിറകയിൽ അമർത്തി ചുംബിച്ചു അവൻ. അപ്പോഴും അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞ് മുറുക്കി പിടിച്ചിരുന്നു. പെട്ടെന്ന് ദക്ഷ അവനെ തള്ളി മാറ്റി. അത് കൊള്ളാം, അവസരം കിട്ടിയപ്പോ പരമാവധി മുതലെടുക്കുകയാണല്ലേടാ കൊള്ള അമ്പാടിക്കണ്ണ. കണ്ണുനീർ കുതിർന്ന മുഖത്തോടെ വാക്കുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചുപോയി അമ്പു. അമ്പു. പെട്ടെന്നാണ് അവന്റെ മുറിവിലേക്ക് നോക്കി അവൾ വിളിച്ചത്. വെള്ളത്തുണി ചെറുതായി ചുവപ്പ് പടർന്നിരിക്കുന്നു. എല്ലാം മറന്നിറുകെ പുണർന്നപ്പോൾ വേദന അറിഞ്ഞിരുന്നില്ല. ഏയ് ഒന്നുമില്ല, നീ പേടിക്കണ്ട. ചെറിയ മുറിവാ, രക്തം കുറച്ച് കൂടുതലല്ലേ, അതാ കുറച്ച് പോട്ടെ. നീ ചെല്ല്, ഞാൻ ഫ്രഷായിട്ട് താഴേക്ക് വരാം. അമ്പു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. ദക്ഷ അവനെ നോക്കിക്കൊണ്ട് മുറിവിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. എടീ, ഈ തണുത്ത ചായ എൻ്റെ പട്ടി കുടിക്കും, പോയി ചൂടുള്ള ചായ എടുത്തിട്ട് വാടി. അമ്പു അധികാരത്തിൽ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, വല്ലാതെ മീശ വിരിച്ച് അധികാരം കാണിക്കണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ട്. ദക്ഷ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ രൂപത്തിലേക്ക് നോക്കി നിന്നു അമ്പു. നിന്റെ കൈകൊണ്ട് മഞ്ഞച്ചരടിൽ കോർത്തൊരു താരി, എൻ്റെ നെറ്റിയിൽ നിന്റെ അണിവിരലാൽ തൊട്ട് ചുവപ്പ് വളർത്താൻ ഒരു നുള്ളു സിന്ദൂരം, അത് മതി, അത്രയും മതി. ഈ ദയിച്ച് നിന്റെ കാൽ കീഴിൽ നിന്റെ ആജ്ഞ അനുസരിച്ച് ഈ മാറിൽ തലചായ്ച്ച് മരണം വരെ ഈ നെഞ്ചിൽ ചേർന്ന് മയങ്ങാൻ. അത്രയും പറഞ്ഞുകൊണ്ട് വേഗം ചായക്കപ്പെടുത്ത് തിരിഞ്ഞടന്നവൾ പുഞ്ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി നിന്നു. നെഞ്ചിൽ അവൾ മുഖം ചേർത്ത് വെച്ച ഭാഗത്ത് പതിയെ തലോടി അവൻ. കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയവൻ. ബ്രഷ് ചെയ്ത് മുഖം കഴുകി തിരികെ വന്നു. ഷർട്ട് എടുത്തിട്ടു. മുടി ചീകി ഒതുക്കി വെച്ചു. മുറിവ് നനയുമെന്നുകൊണ്ട് കുളിച്ചില്ല. ദക്ഷ ചായ കൊണ്ടുവരുന്ന മനസ്സിൽ കണ്ട് കണ്ണുകളടച്ചങ്ങനെ കിടന്നവൻ. പരിചിതമായി കിലുങ്ങുന്ന പാദസ്വരം കേട്ടവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചായക്കപ്പ് പിടിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ നന്ദു. അവൻ്റെ കണ്ണുകൾ വാതിൽക്കിലേക്ക് നീണ്ടു. എന്താ ദേവേട്ടാ, ആരെയും നോക്കുന്നേ? തൻ്റെ പിന്നിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു നന്ദൂട്ടി. ഏയ്, ആര് നോക്കാൻ, നീ ചായ തടി വേണ്ടേ പറഞ്ഞുകൊണ്ട് ചായ വാങ്ങാൻ കൈ നീട്ടിയവൻ. ചായ അവന് നീട്ടിക്കൊണ്ട് അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി നന്ദു. അവൻ്റെ മുഖത്ത് എന്തോ കള്ളലക്ഷണമുള്ള പോലെ തോന്നി അവൾക്ക്. നിന്ന് താളം ചവിട്ടാ ക്ലാസ്സിൽ പോകാൻ നോക്ക്. ചായ ഒന്ന് മുത്തി കുടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പു. ഞാൻ പോവാ. അതും പറഞ്ഞ് അവൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൻ്റെ റൂമിലേക്ക് കയറി. ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് പഠിക്കുന്നത് ദേവനന്ദ. ടൗണിലെ കോളേജ് ബസ് 7:30 അതിൽ പോയില്ലെങ്കിൽ വൈകും. ഒരധ്യാപികയാവണമെന്നാണ് അവളുടെ ആഗ്രഹം. അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നന്നായി പഠിക്കുകയുള്ളൂ. BSc മാത്സ് ആണ് സബ്ജക്റ്റ്. വൈറ്റ് അനാർക്കലി ചുരിദാറായിരുന്നു അവളുടെ വേഷം. നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും ചന്ദനക്കുറിയും, കണ്ണുകളിൽ കൺമഷി അല്പം കടുപ്പിച്ചെഴുതി. നന്നായി വെളുത്തു തുടുത്ത മുഖവും നീണ്ടു തുടുത്ത വിരലുകളിൽ ലൈറ്റ് നിറത്തിലുള്ള നെയിൽ പോളിഷും ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. കഴുത്തിൽ നേർത്ത മാലയും വലത് കൈയിൽ നേർത്ത കൈച്ചെയിനും കാതിൽ കുഞ്ഞു പേളിൻ്റെ കമ്മലും. ഇടത് കൈയിൽ വാച്ചും കെട്ടി ഒരുങ്ങി ബാഗും എടുത്ത് ഇറങ്ങിയവള്. അരയ്ക്കൊപ്പം എത്തില്ലെങ്കിലും കട്ടിയുള്ള മുടിയുണ്ട്. ഇരുവശത്തുനിന്നും കുറേശ്ശെ എടുത്ത് ക്ലിപ്പിട്ടിട്ടുണ്ട്. ദേവേട്ടാ, ഞാൻ ഇറങ്ങുക. ദേവന്റെ വാതിൽക്കൽ ചെന്ന് വിളിച്ചു പറഞ്ഞ അവള്. ഏട്ടൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം പറഞ്ഞുകൊണ്ട് അവിടെ പിന്നാലെ ഇറങ്ങിയവൻ. ഗോവണി ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ചു അവള്. അമ്മേ. ഈ പെണ്ണ് പോകുന്നവരെ ചെവി തല കേൾക്കില്ല, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു പറയുന്ന കേട്ട് അമ്പുവിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചവള്. ഇത് കേട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല പറഞ്ഞുകൊണ്ട് പൂജാമുറിയിൽ കയറി അവള്. കണ്ണ, എൻ്റെ മാഷിക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ അവിടുന്ന് കനിയണം കണ്ണ. ഇല്ലെങ്കിൽ അറിയാലോ എൻ്റെ ദേവേട്ടനെ, മാഷെ തള്ളിയെന്ന കുറവേ ഉള്ളൂ. ആ പട്ടും കൂടി എൻ്റെ ഏട്ടന് ചാർത്തി കൊടുക്കരുത് കണ്ണ. പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയവള്. വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് ബോക്സ് അമ്മ കൊടുത്ത് വാങ്ങി ബാഗിൽ വെച്ചു. പോവാം അമ്പു ചോദിച്ചു. അച്ഛമ്മേ, പോയിട്ട് വരാം. അച്ഛൻ വന്നാ പറയണ കേട്ടോ. അച്ഛമ്മയുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ദക്ഷയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ഇറങ്ങി. അമ്പു തന്റെ പടക്കുതിര സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു. അമ്പുവിന്റെ പുറകിലേക്ക് കയറിയുന്നു നന്ദു. വലിയ ശബ്ദത്തിന്റെ അകമ്പടിയോടെ യമഹ റോഡിലേക്ക് പാഞ്ഞു. നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? എന്തോ ആലോചനയിലിരിക്കാനും ദേവനന്ദ. പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് പരിങ്ങി. കുഴപ്പമില്ലേട്ടാ, നന്നായി പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോന്ന് പറഞ്ഞ് പിന്നാലടക്കം പലരും ഉണ്ടാവും. പ്രായത്തിന്റെ ചാപല്യങ്ങളായി കണ്ടാൽ മതി, അല്ലാതെ പ്രേമം മണ്ണ കണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നമാരെ നിലക്കിർത്തണം കേട്ടല്ലോ. അമ്പു സ്വരം കുറച്ച് ഗൗരവത്തിലാക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ അത്രയുള്ള ഏട്ടാ. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഏട്ടനെന്തെങ്കിലും അറിഞ്ഞോ കണ്ണ? ബസ് സ്റ്റോപ്പിൽ അവളെ ഇറക്കി അമ്പു പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് കുറച്ച് പൈസ എടുത്ത് അവളെ കയ്യിൽ കൊടുത്തു. ഇത് വെച്ചോ. താങ്ക് യു.
വേഗം പൈസ വാങ്ങി അമ്പുവിൻ്റെ കഴുത്തിൽ ഇരുകൈകളും ചുറ്റി അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു നന്ദു. ദേ വേണേ, നാട് റോഡിൽ വെച്ചാ അവിടെ ഒരു സ്നേഹപ്രകടനം. അമ്പു പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞു. നാട് റോഡിലായാലും നടുക്കടലായാലും എൻ്റെ ഏട്ടനല്ലേ? ഒരു വശത്തേക്ക് ചിരി കൂട്ടിക്കൊണ്ട് പറഞ്ഞു നന്ദ. കൂടെ പോകുന്ന കുറച്ച് കുട്ടികൾ കൂടി അവിടെ നിന്നിരുന്നു. അതിൽ സീനിയറായ കുറച്ച് ചേച്ചിമാർ ഏട്ടൻ നോക്കി സ്കാൻ ചെയ്യുന്നുണ്ട്. അവൾ അമ്പുവിൻ്റെ കാതിൽ അടക്കം പറഞ്ഞു. ഏട്ടാ ഒന്ന് ഷോ കാണിച്ചിട്ട് പോകുന്നോ? ഇപ്പൊ ഏട്ടനൊരു നോക്ക് നോക്കിയാ നിമിഷ നേരം കൊണ്ട് പ്രണയം സ്വന്താക്കാം. എത്ര പേര് ഏട്ടൻ്റെ കൂടെ വരും നോക്കാം. ബ്ലഡ് ഊറ്റി കുറെ കുടിച്ചു ഇപ്പൊ തന്നെ ചേച്ചിമാര്. നന്ദു പറഞ്ഞു കേട്ടോ അവന്റെ മുഖം ചുവന്നു. സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പ്രണയത്തെ ഏട്ടൻ എന്നേ സ്വന്തമാക്കി കഴിഞ്ഞു മോളെ. ഇനി ഏട്ടൻ്റെ കണ്ണിൽ ഒരേ ഒരു മുഖം മാത്രമേ പ്രണയത്തോടെ തെളിയൂ. അത്രയും പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി അവൻ. യുദ്ധം ജയിച്ച പടയാളിയെ പോലെ അവൾ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അതുവരെ അവളോട് മിണ്ടാതിരുന്ന പലരും അടുത്തുകൂടി. അല്ല, ദേവനന്ദയുടെ ഏട്ടൻ നാട്ടിൽ വന്നോ? ഇനിയിപ്പോൾ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവില്ല അല്ലേ? വീടിനടുത്തുള്ളൊരു ചേച്ചിയാണേ. ഇന്നേവരെ തന്നെ കണ്ടിട്ട് പരിചയം പോലും കാണിക്കാതിരുന്ന ജോത്സ്യനെ ചേച്ചി ചോദിച്ചു കേട്ട് രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി വന്നു അവളുടെ. അങ്ങനെയൊന്നുമില്ല, ഏട്ടനെ അവിടെ വർക്കുണ്ട്, എന്നാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും പറഞ്ഞിരുന്നു. ബസ് വരുന്നുണ്ട്. എല്ലാവരും ഒതുങ്ങി നിന്നു. കോളേജിലെത്തും തോറും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. പതിവ് പോലെ തന്നെ കണ്ടു മുകളിലെ ക്ലാസ് റൂമിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിനോട് ചേർന്ന് നിന്ന് ഫോൺ വിളിക്കുന്ന സാറിനെ. വെള്ള ഷർട്ടും സ്കിൻ നിറത്തിലുള്ള പാൻറ്റും ഇടത് കൈയിൽ വില കൂടിയ വാച്ചും താടി പ്രത്യേക മോഡലിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. കണ്ണുകളിൽ എപ്പോഴും കുസൃതിയുടെ തിളക്കം. എൻ്റെ കൃഷ്ണ, ഇയാളുടെ നോട്ടം കാണുമ്പോൾ തന്നെ എൻ്റെ ദേഹം മറിക്കുന്ന എന്തിനാ? ഇയാൾക്ക് എന്താ വശീകരണ മന്ത്രം വല്ലതും വശമുണ്ടോ? ഇല്ല, കൂൾ ദേവനന്ദ, ഒന്നല്ലെങ്കിൽ നീ അഗ്നിദേവമ്പാടിയുടെ സിസ്റ്റർ അല്ലേ? സ്വയം ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൾ ആദ്യ പടിയിൽ കാൽ വെച്ചപ്പോൾ തന്നെ പുറകിൽ നിന്ന് വിളിയേട്ടു. എക്സ്ക്യൂസ് മീ ദേവനന്ദ, തന്നെ അനാലിസിസിന്റെ ടെക്സ്റ്റ് ബുക്കും തരാമോ? ക്ലാസ് വരുമ്പോൾ തരാം. കൂടെയുള്ള കുട്ടികൾ ക്ലാസ് റൂമിലേക്ക് പോയി. ബാഗ് എടുത്ത് തുറക്കാൻ നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ഒന്നുകൂടി അടുത്ത് നിന്നു സച്ചിൻ മാധവ്. ദേവ പ്ലീസ്, ഇന്നെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും ഈ ബുക്കിൽ തനിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ വരികൾ കുറിച്ചു വെക്കും ഞാൻ. എന്നെങ്കിലും ആ വരികളിലൂടെ താനൊരു യാത്ര പോകണം മനസ്സുകൊണ്ട്. ബാഗിൽ നിന്ന് ബുക്കെടുത്ത് സാറിന് നീട്ടുമ്പോൾ അവളുടെ നെറ്റിയിൽ വിയർപ്പിൽ കുതിർന്ന ചന്ദനക്കുറിയിൽ കണ്ണുകളൊടക്കി നിന്നു സച്ചിൻ. സർ പ്ലീസ്, എനിക്കൊന്നും പറയാനില്ല. അതും പറഞ്ഞുകൊണ്ട് വേഗം പടികൾ കയറി പോകുന്ന അവളെ തന്നെ നോക്കി നിന്നു സച്ചിൻ മാധവ്. ആദ്യത്തെ കാഴ്ച ഓർക്കുകയാണ് ദേവനന്ദ. ഗസ്റ്റ് ലെക്ചറായി കോളേജിൽ കയറി 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ സാറ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്ലാക്ക് ഷർട്ടും ചന്ദന നിറത്തിലുള്ള പാൻറ്റും കാലിൽ മോഡൽ ഷൂവും ഇട്ട് കൂളിംഗ് ഗ്ലാസും വെച്ചൊരു ചുള്ളൻ സെക്കൻഡ് പാർക്കിങ്ങിൽ തറ കെട്ടി തിരിച്ച മരത്തിന്റെ ചുവട്ടിൽ കോളേജിലേക്ക് പരിപാടി അവതരിപ്പിക്കാനുള്ള ചർച്ചയിലായിരുന്നു താനും ആമിയും തനുവും. ചിരിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചെറുപ്പക്കാരൻ സാറാവുമെന്ന് മനസ്സിൽ കൂടി ചിന്തിച്ചില്ല. ഈ പ്രിൻസിപ്പളുടെ റൂം ഏത് ഫ്ലോറാ? വളരെ വിനയത്തിൽ ചോദിച്ചപ്പോൾ ഏതോ നശിച്ച നേരത്ത് തനിക്ക് കുസൃതി തോന്നി. ഒന്ന് നടന്ന് വിയർക്കട്ടെ എന്ന് കരുതി പറഞ്ഞുപോയി. 3rd ഫ്ലോർ, ലെഫ്റ്റ് പോയി അറ്റത്തെ റൂം. ലേഡീസ് ടോയ്ലറ്റാണ് പറഞ്ഞു കൊടുത്ത്. ആമി എന്തോ പറയാൻ വന്നപ്പോൾ അവിടെ കാലിൽ നല്ല ചവിട്ട് വെച്ച് കൊടുത്തു. പതിവ് ചർച്ച കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി. മെറ്റേണിറ്റി ലീവിൽ അനാലിസിസ് മാം ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പതിവ് കത്തിയടിക്കുമ്പോൾ ദാ വരുന്നു നേരത്തെ ഞാൻ വഴിതിരിച്ചു വിട്ട സുമുഖൻ. മൊട്ടുസൂചി വീണാൽ പോലും ശബ്ദം കേൾക്കാൻ കഴിയും. അത്ര നിശബ്ദം നിറഞ്ഞ ക്ലാസ് മുറിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ടീച്ചിങ് ടേബിളിനരികിൽ നിന്നു. ഹായ് ഡിയേഴ്സ്, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ സച്ചിൻ മാധവ്, നിങ്ങളുടെ പുതിയ ടീച്ചർ. അനാലിസിസ് തിയറി ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇനി മുതൽ ഞാനാണ്. നിങ്ങളുടെ സഹകരണം വേണമെന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞതാണ് നിങ്ങളുടെ മാനേഴ്സ് എന്താണെന്ന്. അതിൽ കൂടുതലൊന്നും എന്നിൽ നിന്ന് നിങ്ങളും പ്രതീക്ഷിക്കരുത്. തന്നെ നോക്കി സാറ് പറഞ്ഞപ്പോൾ ഭൂഗോള സ്പന്ദനം മുഴുവൻ കണക്കിലാണെന്ന് പണ്ട് ചാക്കോ മാഷു പറഞ്ഞാണ് ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. എടി മത്താപ്പേ, എവിടേക്കാ പോകുന്നത്? ക്ലാസ് റൂമിലേക്ക് അറിയാതെ പരിസരം മറന്നു പോകുന്ന ദേവനന്ദയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആമി ഐസക് ചോദിച്ചപ്പോഴാണ് താൻ എവിടെയാണെന്ന ബോധം പോലും അവൾക്ക് വന്നത്. അല്ലെങ്കിൽ അവളിപ്പോൾ ഈ ലോകത്തൊന്നല്ല. പിന്നെ നമ്മുടെ സച്ചിൻ സാറിനോട് ബുക്ക് മാത്രമേ വേണ്ടൂ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നീ ഗവേഷണമെല്ലാം നടത്താൻ നിൽക്കണ്ട പറഞ്ഞുകൊണ്ട് ആമി ക്ലാസ്സിലേക്ക് കയറി. പിന്നാലെ ദേവനന്ദയും തനൂജയും. ബാക്ക് ബെഞ്ചിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന അഭിരാമി അവളെ നോക്കി. എടി, ഇവളോ ഓരോ ദിവസം ചെല്ലുന്ന ഒരു ഗ്ലാമർ കൂടി വരികയാണല്ലോ. അഭിരാമിയുടെ അടുത്തിരുന്ന ദീപ പറഞ്ഞു കേട്ട് അഭിരാമി ദേഷ്യത്തിൽ പറഞ്ഞു. കുറച്ച് ഗ്ലാമർ കൂടുതലുണ്ടെന്ന അഹങ്കാരം നന്നായിട്ടുണ്ട്. പിന്നെ വരുന്ന സാറന്മാർ മുഴുവൻ അവിടെ ഫാൻസും. പിന്നെ എങ്ങനെ നമ്മളെ കണ്ണു കാണാനാ? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സച്ചിൻ സാറ് വന്നിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവിടെ വലയിലാണ്. നീ ശ്രദ്ധിച്ചില്ലേ ക്ലാസ് എടുക്കുമ്പോൾ സാറിന്റെ നോട്ടം പോകുന്നു. വേറെ ആർക്കും സംശയം ഉണ്ടോ എന്ന് പോലും ചോദിക്കില്ല. ഏത് സമയം അവിടെ അടുത്താ, കണ്ടിട്ട് സഹിക്കുന്നില്ല. അതും പോരാ, എൻ്റെ സീനിയർ ബോയ്സ് വേറെ. നമുക്കില്ലാത്ത എന്താ അവൾക്കുള്ളത്?
വാക്കുകളിൽ പരമാവധി പുച്ഛ നിറച്ചുകൊണ്ട് അഭിരാമി ചോദിച്ചു. എന്ത് ചെയ്യാനാ, അവളുടെ ഒരു യോഗം, കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു ദീപ. പക്ഷേ ദേവനന്ദയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്നും ബുക്കിൽ വയ്ക്കുന്ന പേപ്പറിൽ സാറിന്റെ കൈപ്പിഴൽ എഴുതുന്ന 1 2 വരികൾ, ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന വരികൾ. പക്ഷേ സാറിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാറില്ല. ഒന്നാമത്തേത് കുറ്റബോധം തന്നെ. സാറിനെ വഴിതിരിച്ചു വിട്ടത് വല്ലാത്ത അബദ്ധമായി പോയി. അറിയാതെ ചെയ്താണെങ്കിലും വേണ്ടിയിരുന്നില്ല. നന്ദ, നീ പ്രാക്ടീസ് തുടങ്ങിയോ? കോളേജിന്റെ അടുത്ത ആഴ്ച സിനിമാറ്റിക് ഡാൻസിൽ നീ ആദ്യം പറഞ്ഞു, പിന്നെ തനിച്ച് കളിക്കുന്ന ഏതാണെന്ന് ഇതുവരെ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ആമി ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ദേവനന്ദ അതേക്കുറിച്ച് ചിന്തിച്ചു തന്നെ. സ്റ്റെപ്പുകളെല്ലാം അറിയാം, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം, അത്രയേ വേണ്ടൂ. ശിവതം കളിക്കാനാ? ശിവരാത്രി ക്ഷേത്രത്തിൽ കളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചിട്ടപ്പെടുത്തലുകളൊന്നും വേണ്ട. പിന്നെ സിനിമാറ്റിക് ഡാൻസ് എല്ലാവരും കൂടിയല്ലേ, നോക്കാം. ആദ്യത്തെ മൂഡ് ഓഫിൽ നിന്ന് മോചിതയായിക്കൊണ്ട് പറഞ്ഞവൾ ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ച്. ഉച്ചക്കുള്ള ഇന്റർവെല്ലിന് ശേഷമാണ് സച്ചിൻ സാറിന്റെ പീരീഡ്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ തീരുമാനിച്ചു ദേവനന്ദ. കൂട്ടുകാരികളോട് എന്ത് കള്ളം പറയണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നവൾ. പതിവ് പോലെ ക്ലാസ്സുകൾ തുടങ്ങി. ഇന്റർവെല്ലിന് വയറുവേദനയാണെന്ന് അഭിനയിച്ച് കിടന്നവൾ ക്ലാസ് ഇൻചാർജുള്ള മാഡത്തിനോട് പറയാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് പോയത് ആമിയും തനുവും കൂടിയായിരുന്നു. തീരെ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ മാഡം അവരോട് പറയുകയും ചെയ്തു. യാദൃശ്ചികമായിട്ടാണ് ആ സമയം സച്ചിൻ സാർ അകത്തേക്ക് വന്നത്. ആമിയും തനുവും പുറത്തേക്ക് പോവുകയായിരുന്നപ്പോൾ, ശ്രീകലാമേ, ത്രിമൂർത്തികൾ ഒരാൾ കുറവാണല്ലോ, സ്വതസിദ്ധമായ ചിരിയോടെ ചോദിച്ചു സച്ചിൻ മാധവ്. എന്ത് പറയാനാ സർ, ഒരാൾക്ക് സ്റ്റൊമക്ക് പെയിൻ, വീട്ടിൽ പൊക്കോളം പറഞ്ഞു. പിന്നെ ഇവരെന്നൊന്നും പറയാനും കഴിയില്ല. കോളേജിന്റെ അഭിമാനം ആ പോയ 3 പേരും. ഇവർ 2 പേരും അത്രയ്ക്കില്ലെങ്കിലും ദേവനന്ദ ബ്രില്യൻ്റ് കേള. പഠിക്കാനായാലും കളിക്കാനായാലും അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. സകല തോന്നിവാസത്തിനുണ്ടെങ്കിലും എക്സാമിന് അവൾ ടോപ്പറായിരിക്കും. മാത്രമല്ല, കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരങ്ങൾക്കെല്ലാം ഫസ്റ്റ് ട്രോഫിയും വാങ്ങും. കഴിഞ്ഞ വർഷം കോളേജിൽ തന്നെ ഉയർന്ന പോയിന്റ് വാങ്ങിയ ദേവനന്ദയാണ്. അതുകൊണ്ട് പ്രിൻസിക്കും പ്രത്യേകം താല്പര്യമുള്ള കുട്ടിയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. ദേവനന്ദയെക്കുറിച്ച് താൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ ശ്രീകലാമ്മയും പറഞ്ഞപ്പോൾ മനസ്സെറിഞ്ഞു സച്ചിൻ സാറിന്റെ. എന്നാൽ അതിനൊപ്പം തന്നെ ചെറിയൊരു വേദനയും. തന്റെ ക്ലാസ്സിലിരിക്കാതെ മുങ്ങാനുള്ള ദേവനന്ദയുടെ ശ്രമമാണ് അതെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു സാറിന്. അല്ല, സാറിന് ഫസ്റ്റ് അവർ ഇല്ലേ? ഇല്ല മേഡം, ഞാനത് പറയാനാണ് വന്നത്. ഉച്ചയ്ക്ക് ലീവാണ്. നാളെ അമ്മയുടെ പിറന്നാളാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാനൊരാളെ ഉള്ള അമ്മയുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ. ബാങ്കിൽ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നേരെ ഒരുപാട് ലേറ്റാവും. അമ്മയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചൊന്നും വേണ്ടെന്ന് വെക്കില്ല. അങ്ങനെയാ എൻ്റെ അമ്മയ്ക്ക് ഞാനും, എനിക്ക് അമ്മയും മാത്രമേ ഉള്ളൂ. സച്ചിൻ്റെ വാക്കുകളിൽ ചെറിയൊരു വേദനയുള്ള പോലെ തോന്നി ടീച്ചർക്ക്. അല്ല, സച്ചിൻ സാറിൻ്റെ അച്ഛനെ കുറിച്ച് ഇതുവരൊന്നും പറഞ്ഞു കേട്ടില്ല. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു ടീച്ചർ. എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയും. അത് പിന്നെ ആ ചോദ്യം ഞാൻ ചോദിക്കാറില്ല. അപ്പോൾ നാളെ കാണാമേ പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്ന് തൻ്റെ ഫോണും ദേവനന്ദയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ബുക്കും എടുത്ത് സച്ചിൻ സാർ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി. പാർക്കിങ്ങിൽ ചെന്ന് വണ്ടി എടുക്കുമ്പോഴേ കണ്ടു കോളേജിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലൂടെ ധൃതിയിൽ നടക്കുന്ന ദേവനന്ദയെ. വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തു സച്ചിൻ സാറ്. ക്ലാസ് ടൈം ആയതുകൊണ്ട് പുറത്തൊന്നും കുട്ടികളുണ്ടായിരുന്നില്ല. നേരെ അവൾക്ക് മുമ്പിൽ ചെന്ന് വണ്ടി നിർത്തി. ഞെട്ടിക്കൊണ്ട് ദേവ നോക്കി. കയറ്. വാക്കുകളിൽ ഗൗരവം നിറച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞു. വേണ്ട, ഞാൻ നടന്നോളാം, വീക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട, എനിക്ക് സംസാരിക്കണം. കയറാനാ പറഞ്ഞു. അവൻ്റെ സ്വരം വല്ലാതെ ഉയർന്നു. ദേവനന്ദ പകച്ചു. പേടിക്കണ്ട, എനിക്ക് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ ദേവക്ക് പോവാം. തനിക്ക് പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ല. എന്നിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇപ്പോൾ പോകുന്ന ഈ പോക്കെന്ന് എനിക്കറിയാം. എത്ര നാളിങ്ങനെ ഒളിച്ചു നടക്കും താൻ? സച്ചിൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. സർ പ്ലീസ്, എനിക്ക് തെറ്റുപറ്റി. പലതവണ ഞാനത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. സാർ വിചാരിക്കുന്ന പോലെ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ലെന്ന് അങ്ങനെ പറഞ്ഞ്. സാറാണെന്ന് സാറ് ക്ലാസ്സിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അതിന് സാർ എന്ത് ശിക്ഷ എന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ സാർ ഇപ്പോൾ പറയുന്ന പോലെ അനുസരിക്കാൻ എനിക്കാവില്ല. കുട്ടികൾ ശ്രദ്ധിക്കും സർ, ഞാൻ പോട്ടെ. പറഞ്ഞുകൊണ്ട് അവനെ കവിച്ചു പോകാൻ തുടങ്ങിയ ദേവനന്ദയുടെ വലതുകളിൽ പിടിച്ചു സച്ചിൻ മാധവ്. ദേവ, ആദ്യം കണ്ട കാഴ്ചയിൽ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ച് കയറിയതായി ഈ മുഖം. പല രാത്രികൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ മുഖം തൻ്റേതായിരുന്നു. താൻ കരുതുന്ന പോലെ തന്നോട് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ചിന്തയോടെ അല്ല ഞാൻ തന്നെ ശല്യപ്പെടുത്തുന്നത്. താനൊന്ന് സംസാരിച്ചാലേ എനിക്കെന്തെങ്കിലും പറയാൻ കഴിയും. പ്ലീസ് ദേവ, ഒരു 10 മിനിറ്റ് അത് മതി. നാളെ എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. സാധാ ഒരു സമ്മാനം മാത്രമല്ല, ഈ ആയുസിൽ എൻ്റെ അമ്മ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അത് താനാണ്. എൻ്റെ അമ്മയ്ക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടെത്തിയ കുട്ടിയെ എൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ ദിനത്തിൽ തന്നെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്നൊരു വാശി എനിക്കുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ദേവനന്ദയാണ്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ശരീരം തളരുന്ന പോലെ തോന്നിയവൾക്ക്. അത്രയ്ക്ക് പ്രണയാർദ്രമായിരുന്നു സച്ചിൻ മാധവിൻ്റെ വാക്കുകൾ. മാത്രമല്ല, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം മുഴുവൻ ആ കണ്ണുകളിൽ വായിച്ചെടുക്കാൻ കഴിഞ്ഞവൾക്ക്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.